പെൺകുട്ടികൾ ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ആൺകുട്ടികൾ ശ്രദ്ധിക്കണമല്ലെന്നല്ല, നിങ്ങളുടെ കൂട്ടുകാരികളുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളെ ഞാൻ നിങ്ങളെ വഴക്ക് പറയല്ലോ കേട്ടോ, സങ്കടം കൊണ്ട് പറയാണ്. ആയിരക്കണക്കിന് കുട്ടികളെ ഇങ്ങനെ കാണുന്ന ഒരാളെന്ന നിലയ്ക്കാണ് നിങ്ങളോട് പറയാം. ഇതാ എൻ്റെ മൊബൈൽ നിങ്ങളിങ്ങനെ തുറന്നു നോക്കിയാൽ എത്രയോ പാവപ്പെട്ട ഒരുപാട് ഉമ്മമാരുടെ കരച്ചിലുകൾ ഇതിൻ്റെ വാട്സപ്പ് രേഖകളിലുണ്ട്. എത്രയോ ആളുകളുടെ. ഇന്നലെ നിങ്ങളുടെ ഈ ഭാഗത്തിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു. ഒരുപാട് നാളായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിനേറ്റ് പ്രശ്നത്തിലാണ്. ആ ഭർത്താവ് മോശമായ ചിന്താഗതിയിലൂടെ പോകുന്ന ആളാണ്. അവളും കൂടി യോജിക്കുന്നില്ല. ഇവൾ നിസ്കരിക്കുന്നത് പോലും അയാൾക്ക് ഇഷ്ടമല്ല. അവസാനം ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെയും എടുത്തിട്ട് ഇന്നലെ പോയിരിക്കുകയാണ്. ഇന്നലെ ഏകദേശം ഒരു 11-11:30 മണിക്ക് രാത്രിയുണ്ട് എന്നെ വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, അരലേറി കരഞ്ഞുകൊണ്ട് പറയാണ്, സാറേ ഇന്ന് എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് രാവിലെ ഞാൻ കുറച്ച് ഒഴിവുണ്ടായതുകൊണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നു ആ ഫാമിലി. പക്ഷെ അപ്പോഴേക്കും അതറിഞ്ഞിട്ട് അയാൾ കുട്ടിയെയും കൊണ്ട് ഓടിപ്പോയി. ചെറിയ കുട്ടിയെയും എടുത്തിട്ട് പോയി. അവിടെ നിന്ന് എങ്ങോട്ടാ പോയതെന്നറിയില്ല. ഞാൻ പറഞ്ഞു, മോളെ നീ ഇന്ന മാതിരിയൊക്കെ ചെയ്തു കൊടുക്കും. എത്ര കുടുംബങ്ങളാ തകരുന്നത്. എന്താ കാര്യം? ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്സ്. ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും 2 ഐഡിയോളജി ആയാൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പ്രശ്നങ്ങളാണ്. ഒരേ ഐഡിയോളജി ഉണ്ടെങ്കിൽ എന്തൊരു രസമായിരിക്കുന്നത്. കാരണം ഇയാൾ പറയുന്നത് കേൾക്കാനും അങ്ങോട്ട് കേൾക്കാനും. യാത്ര തന്നെ എത്ര പോരെയുണ്ട്. എല്ലാം കൂടി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് യാത്ര തന്നെ വ്യത്യസ്തമായ യാത്രകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്ര, മലയാളികളധികം ചെയ്യാത്ത യാത്ര, കപ്പിൾസ് ജേണിയാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് പോവുക, മക്കളൊക്കെ പെരിയിലാക്കിയിട്ട്. അങ്ങനെ നിങ്ങൾ പോയിട്ടുണ്ടോ? മക്കൾ എന്നോട് ചൂടാവരുത് കേട്ടോ, അല്ലെ എന്നോട് ദേഷ്യപ്പെടരുത്. ഇതെന്തപ്പോൾ ഇയാൾ വന്നിട്ട് ഉമ്മാനോട് ഉപ്പാനോട് ഒറ്റയ്ക്ക് യാത്ര പോകുമ്പോൾ നിങ്ങളിട്ട് പോകണം. അതിന് ഫാമിലി ടൂർ എന്നാ പറയാ. സോഷ്യൽ ടൂറുണ്ട്, സമൂഹത്തോടൊപ്പമുള്ള യാത്രയുണ്ട്. റിലീജിയസ് ടൂറുണ്ട്. ടൂറല്ല, റിലീജിയസ് ജേണി. ഹജ്ജ് ഉംറ പോലുള്ളതൊക്കെ പിൽഗ്രിംസ് ആണ്. ഇതേപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. പഠനം, ഒറ്റയ്ക്കിരിക്കുക, കുറച്ചൊക്കെ ഇങ്ങനെ നല്ല നല്ല രസകരമായ യാത്രകൾ. ഇതേപോലെ പ്രധാനപ്പെട്ടൊരു യാത്രയെ ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് പോവുക, എന്നിട്ടൊരു കുന്നിൻ്റെ മുകളിൽ പോയിരിക്കുക, പഴയ കഥകൾ പറയാ. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, നിനക്ക് ഓർമ്മയുണ്ടോ നിന്നെ ഞാൻ കാണാൻ വന്നത്? അത് നിങ്ങൾ ചോദിക്കേണ്ടത് അടുക്കളയിൽ നിന്നല്ല, അത് നിങ്ങൾ ചോദിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഊട്ടിയുടെ കുന്നിൻ്റെ മുകളിൽ നിന്നാണ്. അതിന് അവിടെ നിന്നറിയോ, ഒരു റൊമാൻറ്റിക് മൂഡുണ്ടാക്കും. പ്രണയമില്ലല്ലോ ഇപ്പോൾ. പ്രണയമൊക്കെ വേറുള്ളവരോടാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയമൊന്നുമില്ല. മവദ്ദത്തും വറഹ്മ എന്ന് ഖുർആൻ പറഞ്ഞത് ഭാര്യയും ഭർത്താവും പ്രണയിക്കാൻ. ഹായ് എന്ന് പറയുന്ന മെസ്സേജ് നമ്മൾ ഒരുപാട് വിട്ടിട്ടുണ്ടാവും. ഇതുവരെ ഭർത്താവിന് വിട്ടിട്ടുണ്ടാവില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് യാത്രയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് യാത്ര പോയിരുന്നു. ഇതിനൊക്കെ പിമ്പലങ്ങളുണ്ട്. എന്നിട്ട് ഓട്ട മത്സരം നടത്തിയിരുന്നു. ആയിഷ ബീവി ചോദിക്കുകയാണ്, നമ്മൾ ഓട്ട മത്സരം നടത്തല്ലേ എന്ന്. എന്ത് രസമുള്ളൊരു ജീവിതമെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. റസൂലുള്ളാഹി പറയണം, ആയിക്കോട്ടെ ഓടാന്ന്. എന്നിട്ട് എല്ലായിടത്തേക്കും നോക്കുകയാണ്, ഇതൊരു വലിയ കാഴ്ചക്കാരെങ്കിലും ഉണ്ടോന്ന്. ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ മെല്ലെ ഓടി. ആദ്യത്തെ തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചു. അതങ്ങനെയാണല്ലോ പിന്നെ ഉണ്ടാവുക. കരുത്തിൻ്റെ ഏറ്റവും വലിയ പരിഭാഷ, അല്ലെങ്കിൽ ഏറ്റവും വലിയ കരുത്തിൻ്റെ കരുത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ തവണ യുവതിയായിട്ട് പോലും രണ്ടാമത്തെ തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റുകൊടുത്തു ആയിഷ ബീവിക്ക്. ഭാര്യമാർക്ക് തോറ്റു കൊടുക്കണം ചിലപ്പോഴൊക്കെ. എപ്പോഴും ഭർത്താവ് ജയിക്കണം എന്ന് വിചാരിച്ചിരിക്കരുത്. തോറ്റുകൊടുത്തു ഓട്ടത്തിൽ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടുകയാണ്. ഇത് എപ്പോഴാണ് പറഞ്ഞതെന്നറിയോ? റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം മകൾ ആയിഷ റളിയല്ലാഹു തആലയോട് പറയാണ്, മോളെ എനിക്ക് വേണ്ടി നിന്റെ ഉപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റു തന്നു എന്ന്. എന്ത് സുന്ദരമായൊരു ജീവിതമാണ്, എത്ര സൗന്ദര്യമുള്ള ഒരു ജീവിതമാണ്. നമ്മളത് ചെയ്യാറുണ്ടോ? എവിടെയെങ്കിലും പോയിട്ട് ഒരു ഓട്ട മത്സരം നടത്തുക, എന്നിട്ട് ഭാര്യയ്ക്ക് തോറ്റുകൊടുക്കുക എന്നുള്ള പരിപാടിയേ ഇല്ല. അവരും കൂടി ഉണ്ടായതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. നമുക്ക് എപ്പോഴും ജയിക്കണം എന്നാണ് തോന്നുക. മോശമല്ലേ, ഞാൻ ഇന്നെ വജ്ജാട്ട ഉള്ളാക്കാൻ്റെ പേരക്കുട്ടിയല്ലേ എന്നുള്ള മട്ടിലാണ് നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തോറ്റുകൊടുക്കണം. ഭാര്യമാർക്ക് തോറ്റുകൊടുക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അത് ആ തോൽവിക്ക് ഭയങ്കര മാധുര്യമുണ്ടോ. ഇത് പ്രസംഗിക്കാനുള്ളതല്ല കേട്ടോ, അങ്ങനെ പ്രവർത്തിക്കും കൂടി വേണം. ഇതിപ്പോൾ നാളെ ഇപ്പം എൻ്റെ ഭാര്യയും കേൾക്കും ഈ പ്രസംഗമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്ക് തോറ്റുകൊടുക്കും. ചിലപ്പോൾ അവളേക്കാൾ കൂടുതൽ ശബ്ദം നമുക്കുണ്ടാകാം. ആ ശബ്ദം എല്ലായിടത്തും ഉപയോഗിക്കാനുള്ളതല്ല. അവളേക്കാൾ കൂടുതൽ ഭാഷ ഒരു പക്ഷേ നമുക്കറിയാമായിരിക്കാം. ആ എല്ലാ ഭാഷയും അവരുടെ മുമ്പിൽ വിളമ്പാനുള്ളതല്ല. നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇങ്ങനെ ബലം പിടിച്ച് നടക്കാനുള്ള പിതാവിൻ്റെ പേരല്ല പിതാവ്. മക്കളുടെ മുമ്പിൽ ഫ്ലെക്സിബിളായി നിന്നു കൊടുക്കണം.
നമ്മൾ ഭയങ്കര ദീനിൻ്റെ ആളാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് മകൻ വരുമ്പോഴേക്ക് അങ്ങോട്ട് എടുത്താന്ന് അതല്ല. വളരെ രസകരമായി അവനൊരു വ്യക്തിത്വമാണ്. മോനെ വാ എന്ന് പറഞ്ഞ് മക്കൾക്ക് ഉമ്മ കൊടുത്ത് മക്കളെ കൂടെ കൂട്ടി ഏറ്റവും ഇളയ മോനെ ഏത് ഹോട്ടലാണോ പറഞ്ഞത് അതിന് സെലക്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. ചെറിയ കുട്ടികളായിരിക്കും ചിലപ്പോൾ ഹോട്ടലിൻ്റെ പേര് അറിയാം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാകുക എന്നറിയോ? മൂത്ത മക്കൾക്കും വേണ്ടി നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ച് വരുന്നവരെ ചെറിയ കുട്ടി തെറ്റിയിരിക്കും. അത് വലിയൊരു അടങ്ങറാണ്. ഒന്നുകിൽ അവനെ കൺവിൻസ് ചെയ്യിക്കണം, അല്ലെങ്കിൽ രസകരമായ പ്രോസസ്സിങ്ങിലൂടെ കൊണ്ടുപോകണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും, ഞാനടക്കമുള്ള എല്ലാ ആളുകളും വീട്ടിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ആ അന്തരീക്ഷം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? കുട്ടികൾ ഇതിലേക്ക് പോകും. ഈ കുട്ടികൾ പോകുന്നതിന് കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തരുതേ, കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തരുത് കേട്ടോ, ദയവ് ചെയ്ത് കുറ്റപ്പെടുത്തല്ലേ. കാരണം മിനിയാന്നൊരു കുട്ടി, ഞാൻ ഇപ്പോൾ കൗൺസിലിംഗ് ഇല്ല അതുകൊണ്ട് ആരും എന്നെ വിളിക്കരുത് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ചിലപ്പോൾ പരിചയമുള്ള ആൾക്കാർ വരും, ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെ നിവൃത്തിയില്ലല്ലോ. ഏതായിരുന്നാലും അങ്ങനെ ഇരുന്ന് സംസാരിക്കാം. അപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? സർ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരുന്നത് ഉമ്മയും ഉപ്പയും തമ്മിലുള്ളൊരു അടിയാണ്. എന്താ അത് തന്നെ ഓർക്കണമെന്നറിയോ? റേഞ്ച് കൂടിയ സാധനം പെട്ടെന്ന് മനുഷ്യന്മാർ ഓർക്കും. മനസ്സിലായോ? അതായത് വാപ്പി മക്കളും തമ്മിൽ ഒരുപാട് സംസാരിച്ചതും കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും ഒന്നും അവന് ഓർമ്മ ഉണ്ടാവില്ല. വാപ്പ ഒരു അടിയണ്ട് അടിച്ചോ അത് അല്ല ഓർമ്മ ഉണ്ടാവും. ഇതേപോലെയാണ് ഈ കുട്ടിക്ക് ആകെ ഓർമ്മയുള്ളത് എന്താ? ഭാര്യയും ഭർത്താവും കൂടി വഴക്ക് കൂടിയപ്പോൾ ഭർത്താവ് അന്നത്തെ ഒരു മൊന്ത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ ചായക്കെടുക്കുന്ന ഒരു സാധനം, അതേറ്റ് അടിച്ചു. ആ സാധനം പോയിട്ട് ഇവൻ്റെ നെഞ്ചത്ത് കൊണ്ട്. അതാണ് ദ ഫസ്റ്റ് ഇംപ്രഷൻ. വാപ്പയെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ അതാണ്. ആ ഇംപ്രഷൻ അതാണ്. അപ്പം അതെന്താ സംഭവിച്ചത്? ആ വാപ്പയോടുള്ള വെറുപ്പ്, ആ ഉമ്മയോടുള്ള വെറുപ്പാണ് മിനിയാന്ന് എന്നോടിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഇപ്പൊ ഉമ്മ പറയുകയാണെങ്കിൽ നിനക്ക് പോയിട്ട് ചത്തൂടെ. മിനിയാന്ന് അത് കേട്ടിട്ടാണ് അവൻ്റെ അടുത്ത് വരുന്നത്. നിനക്കൊക്കെ പോയി ചത്തൂടെ. സ്വന്തം മാതാവ് അങ്ങനെ പറയുമ്പോണ്ടാകുന്നൊരു വല്ലാത്ത വിഷമുണ്ട്. എന്നിട്ട് ആ കുട്ടി എന്നോട് പറയാണ്, സാർ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിപ്പോവാണ്. ആ കുട്ടി പറഞ്ഞ വാക്കതാണ്, ജീവിതം അവസാനിപ്പിച്ചാലോ. ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് ഉമ്മമാരെ. നമ്മളുടെ വൃത്തികെട്ട സ്വഭാവം കൊണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന കുട്ടികളുണ്ട്. ഞാൻ എല്ലാറ്റിനും കുട്ടികളെ കുറ്റപ്പെടുത്തൂല, കുട്ടികളെ ന്യായീകരിക്കുമല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കുട്ടികളെ മോശപ്പെട്ട പദം പറയാതെ നല്ലൊരു അന്തരീക്ഷത്തിലൂടെ വളർത്തിയെടുക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് മദ്യപിക്കരുതെന്ന് പറയുന്നത്? മദ്യപിച്ചൊരു മൂലയ്ക്ക് ഇരുന്നിട്ട് കുഴപ്പമുണ്ടായിട്ടില്ല. അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യ ഏറ്റവും സ്നേഹമുള്ളവരോടാ ദേഷ്യം തോന്നുക. ആ സമയത്ത് ഭാര്യയെ അടിക്കുന്നത് കാണുന്ന മക്കളുണ്ടല്ലോ. ഇവിടെ സാമൂഹികപരമായ പ്രശ്നങ്ങളാണ് മദ്യത്തിൻ്റെ കാരണം. ആ മദ്യം ഉപയോഗിക്കരുത് എന്നായി പറയുന്നത്. അല്ലാതെ ഒരു വെള്ളം കുടിച്ചു എന്നതിൻ്റെ പേരിലുള്ള നിഷിദ്ധമല്ല. അത് കുടിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന പിന്നത്തെ ഉന്മത്തമായ രംഗങ്ങൾ കണ്ടിട്ട് ഭാര്യയെയും മക്കളെയും ചവിട്ടുകയും മടിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും നല്ലൊരു വ്യക്തിയായ ഒരാൾ റോട്ടിൽ കിടക്കുകയും നല്ലൊരു വ്യക്തിയായ ആള് കുട്ടികളുടെ മുമ്പിൽ ചെറുതാകുകയും ചെയ്യരുത് എന്നതിൻ്റെ പേരിലാണ് ഇസ്ലാം ഈ പറയുന്ന മദ്യത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറയാനുള്ള കാരണം. അതിലേക്ക് അക്രബ് എന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് അടുക്കരുത് എന്ന തുടരുത് എന്നല്ല, അതിലേക്ക് അടുക്കരുത്. വലാ തഖ്റബൂ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ്. വലാ തഖ്റബൂ സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ഹ്യൂമൻ സൈക്കോളജി പ്രകാരം അങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ അതിലേക്ക് ന്യായീകരിച്ച് പർവ്വതിച്ച് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോഴൊക്കെ ഈ ലിബറലിസ്റ്റുകളൊക്കെ പറയാറുണ്ട്, എന്താ ഒരു പ്രശ്നം, എങ്ങനായ പ്രശ്നം, അങ്ങനായ പ്രശ്നം എന്നൊക്കെ പറയാറുണ്ട്. ആ പറയുന്നത് എവിടെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എവിടെ വരെ എത്തിയെന്നറിയാം. ഒരാളോട് ഇരുന്ന് ചോദിക്കുകയാണ്, അവിടെ പറയാൻ മടിയുണ്ടെന്നാലും. അല്ല, ഒരു കുട്ടിക്ക് തോന്നുകയാണ് സ്വന്തം ഉമ്മയോട് അല്ലെങ്കിൽ അമ്മയോട് മോശമായൊരു ചിന്ത തോന്നിയാൽ എന്താ പ്രശ്നം എന്ന്. സാധാരണ അയാൾ കർക്കശമായ മറുപടി കൊടുക്കണം. അയാൾ ചോദിക്കണം എന്താ പ്രശ്നം. അതൊന്നൊരു പ്രശ്നമല്ല. അങ്ങനെ രണ്ടാൾക്കും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ ആവാമല്ലോ, പ്രശ്നം എന്താന്ന്. എന്നിട്ട് അയാൾ എന്നെ ചോദിക്കുകയാണ് ഖുർആനിൽ എന്താ ഇത്ര നല്ല കാര്യമുള്ളത്. ഇങ്ങനെ ആളുകൾക്ക് ഒന്നും ഖുർആനിൽ കാണാൻ പറ്റില്ല. പിന്നെന്താ ഖുർആനിൽ നല്ലതെങ്ങനെ ആൾ കാണുക? അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇത്ര മോശമായ രംഗത്തിലൂടെ കടന്നു പോവാണ്. നിയോ ലിബറലിസ്റ്റുകൾ എവിടെ എത്തിയെന്നറിയോ? ഞാൻ അവരെ അധിക്ഷേപിച്ച് പറയല്ല, പക്ഷെ നമ്മുടെ സംസ്കാരത്തെ എവിടെ കൊണ്ടെത്തിച്ചു എന്നറിയോ?
5 ഭാര്യമാരും 5 ഭർത്താക്കന്മാരും യാത്ര പോകുന്നു. കീ എന്നിട്ട് എവിടെ വെക്കുന്നു? പിന്നെ ടേബിളിൽ വെക്കുന്നു. എന്നിട്ട് കണ്ണ് കെട്ടുന്നു. കണ്ണ് കെട്ടിയിട്ട് ആ കീ പോയി എടുക്കുന്നു. ആരുടെ കീ ആണോ എടുത്തത് അവിടെയും പെണ്ണ് തന്നെയാണ് ഏറ്റവും മോശമായ ജീവിതത്തിലേക്ക് പോണത്. ഇത് കേരളത്തിൽ സംഭവിച്ചതാണ്. എന്നിട്ട് അതിലേക്ക് പോവാണ്. ഈ ഒരു അരാജകത്വം എങ്ങനെയാണ് കടന്നു വന്നത്? അപ്പൊ നമുക്ക് തോന്നും ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോന്ന്. ഇതെല്ലാം കുട്ടികൾ അറിയുന്നുണ്ട്, എല്ലാവരും അറിയുന്നുണ്ട്. എന്നിട്ടും അതിലേക്ക് കുട്ടികൾ നടന്നു പോവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ ജീവിത ശൈലി വേറൊന്നാണ്, നമ്മുടെ ജീവിത രേഖകൾ വേറൊന്നാണ്. നമ്മുടെ ശൈലി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പദ്ധതിയായി കൊണ്ട് നടക്കേണ്ടതാണ്. ഈ പറയുന്ന ഇതൊക്കെ ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? നീ പറയാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ. ഞാൻ നിങ്ങളോടൊപ്പമാണ്. നിങ്ങളെപ്പോലെയുള്ള കുട്ടികളെ കാണുന്ന ഒരാളാണ്, അതുകൊണ്ട് പറയാം. ഇത് ഉപയോഗിച്ചാലുള്ള പ്രശ്നം പറയാം. 4 ഘട്ടങ്ങളാണ് ഇതിനുള്ളത്. ഏത് ഉപയോഗിച്ചാൽ? ഈ പറയുന്ന MDMA, ഈ പറയുന്ന LSD പോലുള്ളത് ഉപയോഗിച്ചാൽ 4 ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും. ഏറ്റവും ചുരുങ്ങിയത് ഘട്ടങ്ങൾ ഒരുപാടുണ്ട്, ഇവിടെ 4 എണ്ണം പറയാം. ഒന്ന്, നിങ്ങൾ ടോളറൻസ് എന്ന് പറയുന്നതിലൂടെ കടന്നു പോകും. എന്താ ടോളറൻസ്? ടോളറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് അതിൻ്റെ മുകളിലേക്ക് ഉപയോഗിച്ച് എല്ലാറ്റിനോടും ടോളറേറ്റ് ചെയ്ത് പോകുന്നതാണ് ടോളറൻസ്. ആദ്യം ചിലപ്പോൾ നിങ്ങൾ തുടങ്ങുന്നത് കഞ്ചാവിൽ നിന്നാകാം, അത് പിന്നെ LSDയിലേക്കാവും, പിന്നെ MDMAയിലേക്കാകാം. ചിലപ്പോൾ ഒരു ബ്രാൻഡ് തന്നെ ആയിരിക്കും ആദ്യം തന്നെ നിങ്ങൾ തുടങ്ങുക. പല വേർഷൻസ് ഉണ്ട്. ഇപ്പൊ കുട്ടികളൊക്കെ കൂടുതൽ MDMA ഇങ്ങനെ തേടി നടക്കുക. ഞാനതിനെ പരിചയപ്പെടുത്തല്ല. ഇപ്പം എല്ലാ പത്രങ്ങളിലും മീഡിയകളിലും എല്ലാ വാട്സപ്പിലൊക്കെ വരുന്നത് കൊണ്ട് ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ? അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം അടുത്ത ഘട്ടത്തിലേക്ക് പോകുക. അതിന് സാലിയൻസ് എന്നാ പറയാം. അവിടെ ഒരു T മുമ്പിലുണ്ട്. സാലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സാലിയൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാതെ ജീവിതമില്ല എന്നൊരവസ്ഥയിലേക്ക് കടന്നു പോകും. ഈ ഒരു കുടുംബത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, കുടുംബത്തിലേക്ക് തിരിച്ചു പോകാത്ത, രാത്രിയിൽ നിന്നിട്ട് നേരം പുലരുവോളം വയലിൻ വായിച്ച് കഴിയുന്ന ആളുകളാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലാതെ നല്ല രീതിയിൽ കുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, നല്ല മാന്യമായി നടക്കുന്നവരല്ല. അവർ വേറൊരു ഉന്മാദത്തിലൂടെ കടന്നു പോകുന്നു. എന്നിട്ട് തോണിയിലേറിയിട്ട് പുഴയിലൂടെ കടന്നു പോകുന്നു. തെംസ് നദി ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിലടുക്ക് അഡ്വഞ്ചറസ് ചെയ്തിട്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു. ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നു. ഇതിന് സാലിയൻസ് എന്നാ പറയാം. എന്താ സാലിയൻസ്? സാലിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാതെ നിവൃത്തിയില്ല എന്ന ഒരു ലോകത്തിലേക്ക് കടന്നു പോകലാണ്. ഇത് ഉപയോഗിക്കാതെ ഒരു നിവൃത്തിയുമില്ല. പിന്നെ അവൻ വിറക്കാൻ തുടങ്ങും. നിങ്ങൾ ഇതിൽ എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കോ. ഡി അഡിക്ഷൻ സെന്റർ കണ്ടവരൊന്ന് കൈപ്പൊക്കോ. പ്ലീസ് റീസ് ദ ഹാൻഡ്സ്. ശരിക്കും അതിൻ്റെ ഇൻഡെപ്ത് നിങ്ങൾ പോയി കാണണം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഒരിക്കലെങ്കിലും കൊണ്ടുപോയി കാണിക്കണം എന്നാണ് ഞാൻ പറയാം. എന്താ കഥ? കിടന്ന് അലമുറയിട്ട് കരയുന്ന കുട്ടികളെ കാണാം, ഓടി നടക്കുന്ന മക്കളെ കാണാം. എങ്ങനെ ഒരു തരം ഭ്രാന്ത് പോലെ. പിന്നെയോ മുടി ഇങ്ങനെ പറിച്ചിട്ട് സ്വന്തം മാതാവിനെ കണ്ടാല് വളരെ പുലഭ്യം പറഞ്ഞ് വധിക്കാൻ വേണ്ടി ചെന്ന് വാപ്പനെമ്മനെയും കണ്ടാൽ പിന്നെ അവൻ കൊല്ലാനാ പോവുക. ആ ഒരു രീതിയിലാണ് ഡി അഡിക്ഷൻ സെന്ററിലെ എക്സ്ട്രീം ലെവലിലെ കുട്ടികൾ നടക്കുന്നത്. ഇപ്പൊ ഇത്രയും വലിയ സദസ്സിലാകെ 2 പേരെ കൈപൊക്കിയുള്ളൂ. നമ്മളിത് കാണാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്കൊക്കെ അയക്കുന്ന കുട്ടികളെ എക്സ്ട്രീം ലെവലിൽ പോയാലേ അയക്കൂ. ആദ്യം കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുമോ നോക്കും. കൗൺസിലേഴ്സ് തന്നെ തെറാപ്പി ചെയ്യുന്നവരാണെങ്കിൽ വിടാൻ പറ്റുമോ നോക്കും. തെറാപ്പി ചെയ്തിട്ട് പിന്നെ ആ കുട്ടിക്ക് മാറുന്നില്ലെങ്കിൽ മെഡിക്കേഷൻ അഥവാ മരുന്ന് കൊടുക്കാൻ നോക്കും, സൈക്കാട്രി ലെവലിലേക്ക് കൊണ്ടുപോയിട്ട്. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്റർ. 4ാമത്തെ പ്രോസസ്സിംഗ് ആണ് ഡി അഡിക്ഷൻ സെന്റർ. കാരണം എന്താണെന്നറിയോ? ഡി അഡിക്ഷൻ സെന്ററിലെ കുട്ടികളെ കണ്ട ഇവൻ തന്നെ ചിലപ്പം പൊട്ടിത്തെറിച്ചു. കാരണം അങ്ങനത്തെ ആളുകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പട്ടാമ്പിക്കപ്പുറത്തുള്ള ഒരു കുട്ടിയുടെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അവൻ LSD ഉപയോഗിച്ചതും MDMA ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടിട്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, മാധ്യമത്തിന്റെ പത്രമല്ല മറ്റേ മീഡിയ വണ്ണാണ് അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യുന്നത്. മീഡിയ വണ്ണിന് ഇന്റർവ്യൂ ആണ്. എന്നിട്ട് പറയും, ആ കുട്ടി അവസാനം പറഞ്ഞ വാക്കുണ്ട്. ആ കുട്ടി അവസാനം പറഞ്ഞത്, ഞാൻ ഈ പാറപ്പുറത്തുനിന്ന് 3-4 തവണ ചാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ജയിലിൽ പോയ സമയം, ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം അത്. അഥവാ ഞാൻ ജയിലിൽ പോയ സമയത്ത് എൻ്റെ അപ്പുറത്തെ റൂമിൽ കിടന്നത് സ്വന്തം ജ്യേഷ്ഠൻ അടിച്ചു കൊന്ന ആളാണ്. ഇപ്പുറത്താകട്ടെ സ്വന്തം ബാപ്പയുടെ നെഞ്ചിലേക്ക് കത്തി കയറ്റിയ ആളാണ്. ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഞാനാകെ വല്ലാണ്ട് വിഷമപ്പെട്ടു. ഞാനും എൻ്റെ പിതാവിനെ വധിക്കുക, മാതാവിനെ വധിക്കുക എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. എന്താ അതെന്നെ പോണെന്ന്? ഏറ്റവും പ്രിയപ്പെട്ടവരോട് ദേഷ്യം തോന്നും. ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ എന്ന് പറയുന്ന നമുക്ക് കിട്ടേണ്ടുന്ന നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള. അതിൽ ഒന്ന് പ്രധാനപ്പെട്ടത് ബ്രെയിനിന് കിട്ടേണ്ട ഡോപ്പമിനാണ്. നമ്മുടെ ഭയങ്കര മനസ്സിൻ്റെ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഓക്സിറ്റോസിനാണ്. ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ്. ആ കിട്ടേണ്ട സാധനം കിട്ടൽ എത്രയെന്ന് അറിയോ നിങ്ങൾ? 100, 200, 300 എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിട്ടുക.
മാക്സിമം നമുക്ക് കിട്ടല്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഗൾഫിൽ നിന്ന് വരികയാണ്, 2 കൊല്ലം കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ എന്നും വീട്ടിൽ നിന്നിട്ട് മകന് ഉമ്മ കൊടുക്കുന്ന പോലെ ആകൂല അത്. അതിൻ്റെ ഓക്സിറ്റോസിൻ കുറച്ച് കൂടും. കാരണം മകൻ കാത്തിരിക്കും, വാപ്പയെ കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ അച്ഛനെ കാണുമ്പോഴേക്ക് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കും, ചിലപ്പോൾ ഒന്ന് കരഞ്ഞെന്നിരിക്കും, കുറേ നാളായിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ ആ സങ്കടം അവൻ പ്രകടിപ്പിക്കും. എന്നിട്ട് കൊടുക്കുന്ന മുത്തത്തിന് സാധാരണ വീട്ടിൽ കഴിയുന്ന ഒരു പിതാവിൻ്റെ മുത്തത്തിനേക്കാൾ ആഴമുണ്ടാകും. കാരണം ഓക്സിറ്റോസിൻ്റെ ലെവല് മാറും, ഡോപ്പമിൻ്റെ ലെവല് മാറും. എന്നാൽ ഈ മയക്കുമരുന്ന് അടിക്കുന്നവർക്ക് എത്ര ഉണ്ടാവുകയെന്നറിയാം നിങ്ങൾ? അതാ പ്രശ്നം. ഈ പറയുന്ന ഈ സാധനങ്ങൾ അങ്ങനെ കേട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ നിലവാരത്തിന്റെ അപ്പുറത്തേക്ക് കയറിയിട്ട് ഒരു ഉന്മാദത്തിലേക്ക് പോവാൻ 1000, 2000, 20,000, 30,000 ഒക്കെ അടിച്ചങ്ങോട്ട് കയറ്റാണ്. എന്നിട്ട് ഇവന് സ്വന്തം ബാപ്പയെ കണ്ടാൽ, ഉമ്മയെ കണ്ടാൽ, അല്ലെങ്കിൽ അച്ഛനെ കണ്ടാൽ കിട്ടേണ്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷത്തേക്കാൾ വലിയൊരു സന്തോഷം കിട്ടുന്നത് കൊണ്ട് പിന്നെ വാപ്പയെ കാണുമ്പോൾ എന്താകും? ഭയങ്കര ദേഷ്യം വരും. ഇതാണ് അതിൻ്റെ സൈക്കോളജി. ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചു. ഞാൻ ഇതിൻ്റെ ഒരു ആർട്ടിക്കിൾ തന്നെ രസകരമായിട്ട് നമ്മളെ കയ്യിലുണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇതിൻ്റെ കമ്മിറ്റിക്കാർക്കോ മറ്റോ അത് പാസ് ചെയ്ത് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറയാം, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന സാധനം ഉമ്മയെ കാണുമ്പോൾ, അപ്പോൾ ഉമ്മയെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. എനിക്ക് ഉമ്മയെ പറ്റി പറയുമ്പോഴേക്ക് ചിലപ്പോൾ കരച്ചിൽ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ട് 10-15 കൊല്ലമായി. പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ എവിടെ എന്നടാ ഇത്രയും നേരം എത്ര വൈകിയെന്ന് ചോദിക്കും. എന്നിട്ട് ആദ്യം നടത്തേണ്ട അടുക്കളയിലേക്ക് ഈ വല്ലതും കഴിച്ചിക്കണടാന്ന് ചോദിച്ചിട്ട് ആ ചോദ്യം ചോദിക്കാൻ ഇന്ന് ആരുമില്ല എന്നുള്ളതാണ്. കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് കോളേജിലേക്കൊക്കെ പോകുമ്പോൾ പി ജിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് 22-23 വയസ്സല്ലേ? ആ വയസ്സുള്ള സമയത്ത് എന്നാടാ എനിക്കൊരു ജോലിയാകുക എന്നതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. എന്നാടാ എനിക്കൊരു ജോലിയാവുക? സ്നേഹത്തിൽ പൊതിഞ്ഞ വല്ലാത്തൊരു ചോദ്യമാണ്. എനിക്ക് 15 വയസ്സ് വരെ ഉമ്മ ചോറ് വാരി തന്നിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും എൻ്റെ സങ്കടത്തിൻ്റെ കുറച്ച് പ്രശ്നം. ജ്യേഷ്ഠനും ഞാനും പെങ്ങളൊക്കെ പാടുണ്ടാകുമ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ 10ാം ക്ലാസ്സിലുള്ളപ്പോൾ വരെ ചോറ് വാരി തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഉമ്മ. അപ്പം ഉമ്മയെ കാണുമ്പോൾ, ഉമ്മയെ ഓർക്കുമ്പോൾ, അങ്ങനെ ഒന്നും എടുത്തു വെക്കണം നല്ലതൊന്നുമല്ല. എന്നാലും എൻ്റെ ഉമ്മയുടെ അന്ന് മരണസമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അതൊക്കെ ഒഴിവാക്കണം എന്നാണ്. പക്ഷെ ഞാനൊരു ഭാഗത്ത് അങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഓർമ്മ പോലെ വെച്ചിട്ടുണ്ട്. അതൊരു രസകരമാണ്. ആദ്യമായിട്ട് പൈസ തന്നിട്ട് ബുക്ക് വാങ്ങാൻ തന്നിട്ട് അന്ന് ഞാൻ വാങ്ങിയ ബുക്കിൽ ഒക്കെ ഉമ്മ എന്ന് എഴുതിയിട്ട് ഞാൻ എൻ്റെ സിഗ്നേച്ചർ എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മയോടുള്ള നമ്മളൊരു ബന്ധം അതാണ്. ഇതേപോലെ ഉപ്പയോടും. അപ്പോൾ ഉപ്പയെ കാണുമ്പോൾ, ഉമ്മയെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഇതങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിനെ പിടിച്ചിട്ട് വാർഡ് മെമ്പർ ആക്കിയ മാതിരി ആ വാർഡ് മെമ്പർ ആകുമ്പോൾ ഒരു ദേഷ്യം ഉണ്ടല്ലോ ഒരാൾക്ക്, അതേപോലെ ഉമ്മനെ കാണുമ്പോൾ പിന്നെ ദേഷ്യം വരികയാണ്. കാരണം പിന്നെ സന്തോഷം തീരെ തോന്നുന്നില്ല. അപ്പോൾ ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞാൽ ഒരു എതിരാളിയായിട്ട് മാറുകയാണ്. അതുകൊണ്ടല്ലേ ഇതടിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ കൊന്നത് ആരെയാണ്? നാട്ടുകാരല്ല. ഏറ്റവും കൂടുതൽ കൊന്നത് സ്വന്തം മാതാവിനെയും പിതാവിനെയും അനിയൻ ജ്യേഷ്ഠനെയാണ്. കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ മിത്രങ്ങൾ ശത്രുവാകും, ശത്രുക്കൾ ഒരു പക്ഷേ മിത്രങ്ങളുമാകും. നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടി എന്താകും? ചിലപ്പോൾ ഒന്ന് ഇല്ലാതെയായി പോകുക, അഥവാ ഇൻട്രോവേർട്ട് ആകും. നന്നായിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കഴിഞ്ഞിരുന്ന കുട്ടി ചിലപ്പോൾ ഭയങ്കര വയലൻ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇതൊക്കെ കുട്ടികളുടെ ഓരോ പ്രകൃതങ്ങളാണ്. ഈ സാലിയൻസിലേക്ക് കയറിയാൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഇവിടെ ഇരിക്കുന്ന മക്കളോട് പറയാണ്, പിന്നെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വിഡ്രോവൽ സിൻഡ്രോമാണ്. വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിച്ചാൽ പോലും ആ സമയത്ത് നിങ്ങൾ നോക്കിക്കോ, ഒരു പക്ഷേ ഈ പറയുന്ന ഡി അഡിക്ഷൻ സെന്ററിൽ ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ കുട്ടികൾ ഇത് ചെയ്യാൻ തുടങ്ങാറുണ്ട്. അപ്പോൾ ഒരു പൈശാചികമായ മുഖം അവരുടേതുണ്ടാവും. ഒറിജിനൽ ഒരു ഹ്യൂമൻ ടച്ച് മുഖമാകില്ല. ഹ്യൂമൻ ടച്ച് ഫേസ് വേറെയാണ്, ഡബിൾ ടച്ച് ഫേസ് വേറെയാണ്, ആനിമൽ ടച്ച് ഫേസ് വേറെയാണ്. മൂന്നാണ് സൈക്കോളജി. ആനിമൽ ടച്ച് എന്ന് പറഞ്ഞാൽ സ്വന്തം രഹസ്യമായിട്ട് തെറ്റ് ചെയ്യും, അതിലേക്ക് ആരെയും പ്രേരിപ്പിക്കൊന്നുമില്ല, ആരെയും ദൈവത്തൊന്നും ചെയ്യില്ല, തെറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന കുറേ ആൾക്കാരുണ്ട് രഹസ്യമായിട്ട്. എന്നാൽ വേറെ കുറെ കൂട്ടരുണ്ട്, അതെന്താണ്? അവർ തെറ്റ് ചെയ്യുകയും ചെയ്യും, പരമാവധി ആൾക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്യും, ആ തെറ്റിനെ ന്യായീകരിക്കുകയും ചെയ്യും. എന്താ